വിവാഹം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കൂദാശയാണ്. മറ്റു കൂദാശകളൊക്കെ ഏകമായി സ്വീകരിക്കുമ്പോൾ വിവാഹ കൂദാശയിൽ അത് ഏകത്വമല്ല, അതിനപ്പുറമായി പങ്കാളിത്ത അനുഭവമാണ്. ആ അനുഭവത്തിലാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശമ്മാശനും ഒപ്പം തന്നെ സ്നേഹായും ആയിരിക്കുന്നത്. ദൈവം തമ്പുരാൻ നിങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം കൃപയിൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നിയമാനുസൃതമായ വിവാഹവും ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. ദൈവം കൂട്ടിച്ചേർക്കാത്തിടത്ത് ഒരിക്കലും അത് സാധ്യമാവുകയില്ല. നിങ്ങളുടെ താല്പര്യമോ നിങ്ങളുടെ ഇഷ്ടമോ നിങ്ങളുടെ പരിചയമോ ഒന്നുമല്ല വിവാഹ കൂദാശയിൽ നിങ്ങളെ കൂട്ടിച്ചേർക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതെപ്പോഴും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഒരു ശമ്മാശൻ്റെ ഒരു പുരോഹിതനാകുവാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാകുമ്പോൾ കൂടുതലായി ആ ഒരു ബോധ്യമുണ്ടാകണം. എന്നെ ദൈവം വിളിച്ച് ആ പദ്ധതിയിലേക്ക്, ആ കൃപയിലേക്ക് ചേർത്തു, ആ പട്ടത്വ അനുഗ്രഹത്തിലേക്ക് എന്നെയും എൻ്റെ ദൈവം ചേർത്തു നിർത്തി എന്നുള്ള ബോധ്യം സ്നേഹയ്ക്കുണ്ടാകണം. അതുണ്ടാകുമ്പോഴാണ് അച്ഛൻ്റെ പൗരോഹിത്യം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് നിങ്ങൾ രണ്ടുപേരെയും ഒന്നാക്കി തീർക്കുന്നത്. നിങ്ങളുടെ ജീവിതയാത്രകളിൽ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വ്യത്യസ്തരായ മാതാപിതാക്കന്മാരുടെ മക്കളായി ഇന്നലെ വരെ ജീവിച്ചു. ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു പുതിയ കുടുംബമായി തീരുമ്പോൾ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ ആ നിയോഗബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മളായിരിക്കുന്ന മേഖലകളിലും എൻ്റെ ദൈവം എന്നെ കൂടെ ചേർത്ത് പിടിച്ച് കൈപിടിച്ച് നടത്തും എന്ന ബോധ്യമുണ്ടാകണം. ആ ബോധ്യത്തിലാണ് കൃപകൾ ഉണ്ടാവുക. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഇത് രണ്ട് വ്യത്യസ്ത സ്വഭാവ സവിശേഷതയോടുകൂടി വളർന്ന് വ്യത്യസ്ത ദേശത്ത് ജീവിച്ച് വ്യത്യസ്തരായ കുടുംബാന്തരീക്ഷമുള്ള രണ്ട് വ്യക്തികൾ ചേരുമ്പോൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. അച്ഛൻ എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ഇച്ചിരി ദൃശ്യമൊക്കെ ഉള്ള ആളാണ്. കാണുമ്പോൾ വെച്ച് സൗമ്യനാണെങ്കിലും കൃത്യമായ നിഷ്ഠയും കൃത്യമായ സീരിയസ്നെസ്സുമുള്ള അച്ഛനാണ്. എന്നോടുകൂടെ ജീവിച്ച സമയത്തൊക്കെ ഞാൻ ശ്രദ്ധയോടുകൂടി കണ്ട ആരെയും പിണക്കാതെ വളരെ സൗമ്യനായി വളരെ സ്നേഹത്തോടെ പെരുമാറുമെങ്കിലും അതിനപ്പുറം ഒരു സീരിയസ്നെസ് എപ്പോഴും അച്ഛനുണ്ട്. ആ ബോധ്യമുണ്ടാകണം. ഇപ്പോൾ വർത്താനമൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അച്ഛൻ എവിടെ പോയാലും ശമ്മാശൻ എവിടെ പോയാലും വിളിക്കും, പറയുകയൊക്കെ ചെയ്യും. പക്ഷേ തൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ ശമ്മാശൻ പലപ്പോഴും ആ ഉത്തരവാദിത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നൊന്നും ചിന്തിക്കരുത്. അത് അച്ഛൻ്റെ ശീലമായതുകൊണ്ടാണ്. ആ ശീലം കൃപയാണ്, അനുഗ്രഹമാണ്. തന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ അനുഭവം അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് തൻ്റെ മറ്റ് സാഹചര്യങ്ങളെയൊക്കെയും രണ്ടാമത് എണ്ണിക്കൊണ്ട് അച്ഛൻ പ്രവർത്തിക്കുന്നത്. ആ ഒരു ബോധ്യം എപ്പോഴും സ്നേഹിക്കുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജീവിത സാഹചര്യത്തിൽ ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പ്രതിസന്ധിയിലൂടെയൊക്കെയും കടന്നുപോയ ചമ്മാശനാണ്. അവിടെയൊക്കെയും താങ്ങും തണലുമാകേണ്ടത്, ഇനിയുള്ള യാത്രയിൽ താങ്ങും തണലുമാകേണ്ടത് സ്നേഹയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുമെന്ന ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. രണ്ടാമത് നിങ്ങളെ കൂട്ടിച്ചേർത്തത് ദൈവമാണ്. രണ്ടാമത് നിങ്ങളുടെ യാത്രയിൽ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിർവഹിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. പരിചയപ്പെട്ടപ്പോൾ എന്താ ചെയ്തത് ഓർക്കുന്നുണ്ടോ? എന്നാ മാച്ച ചെയ്തേ? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലേ? ഒരു റിക്വസ്റ്റ് അയച്ചില്ലേ? ഇയാളതൊക്കെ മറന്നുപോയോ? ഒരു റിക്വസ്റ്റ് അയച്ചു ഇല്ലേ? ആ റിക്വസ്റ്റ് സ്നേഹ സ്വീകരിച്ചു ഇല്ലേ? ആ ബോധ്യം നിങ്ങളുടെ കർത്താവിനോടുണ്ടാകണം. ഇന്ന് സന്ധ്യയ്ക്ക് നിങ്ങൾ എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീരുമാനം,
ഇന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ നിന്റെ മുമ്പിൽ മുട്ടുകുത്തും എന്ന് പറയുവാൻ സാധിക്കണം. രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ, ഒരാൾ വിദേശത്ത് ജോലി ചെയ്യുന്നു, ഒരാൾ എൻ്റെ ഭദ്രാസനത്തിൽ ജോലി ചെയ്യേണ്ടയാൾ. അപ്പോൾ രണ്ട് സമയങ്ങളുള്ള ഇടങ്ങളാണ്. എങ്കിൽ പോലും നിങ്ങൾ കൃത്യമായി പാലിക്കണം. ഇന്ന സമയത്ത് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഷമ്മാശൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ കൊച്ചുമ്മ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മുട്ടുമടക്കുന്ന സമയമാണ്. അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കട്ടെ എന്ന് ചിന്തിക്കണം. ആ ചിന്തയുണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഒറ്റപ്പെടലിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സാധ്യമാണ്. പഴയ നിയമ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹൗവ ഏകയായിരുന്നപ്പോൾ അവരുടെ അടുക്കലേക്ക് തിന്മ വന്നു. ഒരിക്കലും ഒറ്റപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അത് ഷമ്മാശൻ്റെ ഉത്തരവാദിത്തമാണ്. തൻ്റെ ജീവിത ഉത്തരവാദിത്വങ്ങളിൽ തൻ്റെ ഭാര്യയോടുള്ള കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്വവും നിർവഹിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ദൈവസാക്ഷ്യം എന്ന് പറയുന്നത്. കുടുംബത്തെ നന്നായി നയിക്കുന്നവന് മാത്രമേ ആ പുരോഹിതൻ്റെ യഥാർത്ഥ സാക്ഷ്യമായി തീരുവാൻ സാധ്യമാവുകയുള്ളൂ. ആ ഉത്തരവാദിത്വം നഷ്ടപ്പെടുമ്പോൾ എവിടെയാണ്? ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. അത് നിർബന്ധമായും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയുണ്ടാകണം. കൃത്യമായി രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുകയും വേദവായന നടത്തുകയും ചെയ്യണം. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ളത് പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് വേദവായനയിലൂടെയാണ്. അത് കൃത്യമായി പുലർത്തുമ്പോഴാണ് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് കൂടുതൽ ബലപ്പെടുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ സൂചിപ്പിച്ചുവല്ലോ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മൂന്നാമത്, ഇതൊരു കവനൻ്റാണ്, ഉടമ്പടിയാണ്, എഗ്രിമെൻ്റ് അല്ല. എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കും. താല്പര്യമില്ല എങ്കിൽ നമുക്കത് പൂർണ്ണമായി വേണ്ട എന്ന് വയ്ക്കുവാൻ സാധിക്കും. എന്നാൽ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായി നിങ്ങൾ എടുക്കുന്ന ഒരു സാക്ഷ്യപത്രമാണ്. മരണത്തിന് പോലും പിരിക്കുവാൻ സാധിക്കാത്ത അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ ഭാഗമായി തീരുമെന്ന ബോധ്യം അതെപ്പോഴും ഉണ്ടാകണം. അവസാനമായി, ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്നത് കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിൻ്റെതാകണം. അതിന് ദൈവത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങൾ എപ്രകാരമാണോ ഈ ദേവാലയത്തിൽ ഇന്നായിരിക്കുന്നത്, ആ ഒരു സാക്ഷ്യത്തിന് ഉടമകളാകുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെയും നിങ്ങൾ വളർത്തുവാൻ ഇടയാക്കണം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഷമ്മാശൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെയും അനുഗ്രഹങ്ങൾ അനവധിയായ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ദൈവം ചേർത്തു പിടിച്ച അനേക അവസരങ്ങളുണ്ട്. നഷ്ടപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, തകർന്നു പോകാതെ ചേർത്തു പിടിച്ച കുടുംബമാണ്. ആ ഒരു ബോധ്യത്തിൽ ഇനിയുള്ള ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹയെ സംബന്ധിച്ചും എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ അരവഞ്ചാൽ മേഖലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു കുടുംബമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ കുടുംബ മഹിമ, കൃപ അടുത്ത തലമുറകളിലേക്ക് ലഭ്യമാകുവാൻ അമ്മയിലൂടെയാണ് സാധ്യമാകുക. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പഴയ കുടുംബമാണ്, അച്ഛൻ്റെ കുടുംബവും. പ്രത്യേകമായി ആ കുടുംബത്തിലുള്ളതായ എല്ലാ നന്മകളും അച്ഛനിലൂടെ രണ്ടുപേർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരു വാക്ക് നിങ്ങളോട് പറയുവാനാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അതെന്തിനു വേണ്ടിയാണ്? അവരുടെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ. ഈ ഒരു മണിക്കൂർ സമയം എല്ലാവരുടെങ്കിലും മൊബൈലൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അത് അല്പം ഒന്ന് ഓഫാക്കി വെക്കുകയോ അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിലോ ആക്കുകയോ ചെയ്യണം. നിങ്ങൾ ഇനിയുള്ള ഒരു മണിക്കൂർ നേരത്തെ നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ ചിന്തകളൊക്കെ ദൈവത്തോടായിരിക്കണം. അപ്പോഴാണ് ഈ ആരാധനയ്ക്കും ഈ ശുശ്രൂഷയ്ക്കും അർത്ഥവത്തായ ഇടം ലഭ്യമാകുകയുള്ളൂ. സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, വഴക്കുകളൊക്കെ കൂടും കേട്ടോ. വഴക്ക് കൂടിയ ചെയ്യേണ്ട ഒരു കാര്യം പറയുക. എന്താ പറയുക? വഴക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പം ചെമ്മാച്ചൻ ചോദിക്കും, താൻ കിടക്കുന്നില്ലെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അന്ന് മെത്രാച്ചൻ പറഞ്ഞ എന്താ?
വഴക്ക് നമ്മൾ തമ്മിൽ ചെറിയൊരു ഒരകൽച്ചയുണ്ടല്ലോ, ഒരു സൗന്ദര്യപ്പിണക്കമുണ്ടല്ലോ. ആ സൗന്ദര്യപ്പിണക്കം തീരാതെ ഉറങ്ങണ്ടെന്നല്ലേ എന്ന് മെത്രാച്ചൻ പറഞ്ഞു. അതുകൊണ്ട് വഴക്കുകൾ ഉണ്ടാകാതെ, ഉണ്ടായാൽ പറഞ്ഞു തീർക്കാതെ ഉറങ്ങരുത്. അടുത്ത പ്രഭാതം ഒരിക്കലും അകൽച്ചയുടെ പ്രഭാതമാകരുത്. അതിനപ്പുറമായി അടുപ്പത്തിൻ്റെയും ഇഴയടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രഭാതമാകണം. അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഷമ്മാശൻ എൻ്റെ കൂടെ 1 വർഷം ഉണ്ടായിരുന്നു. എല്ലാ നന്മകളും എല്ലാ കൃപകളുമുള്ള ഒരു ഷമ്മാശനാണ്. ആ സ്നേഹവും ബന്ധവും എപ്പോഴും എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.